ഇന്ന് രാവിലെ നല്ല പുട്ടാണ് കേട്ടോ. ഈ ഒരു കഷ്ണം നേരെ വന്നു, മറ്റേതില്ലേ പൊട്ടി വന്നു കണ്ടോ. പിന്നെ എന്തൊരു സമാധാനം എന്നറിയോ, പൊട്ടിച്ചിട്ടല്ലോ നമ്മൾ കഴിക്കുക, പൊട്ടിച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുകയെന്ന്. അതും കൊണ്ട് അല്ലെങ്കിൽ പട്ടേനെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വെച്ച പിന്നെ ഭയങ്കര ആവി കയറുമോ. അപ്പം ഇന്ന് നമ്മൾ രാവിലെ പുട്ടും ചെറുപഴമാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരിക്കണം, പീസൊന്നുമില്ല കുറച്ച്. അപ്പം അത് കുട്ടികൾക്കത് വലിയവർക്ക് പഴം മതി എന്ന് വിചാരിച്ച്. അങ്ങനെയല്ല, കുട്ടികൾക്ക് പഴം വലിയവർക്ക് കറി. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കേ വേണ്ട. കാരണം എന്താണെന്ന് പറയാം, മക്കൾ കഴിച്ച് കഴിഞ്ഞിട്ട് അയ്യോ ആരുമില്ലാണ്ട് ഒരു മൂകത കേട്ടോ. ഇന്നലെ നമ്മളില്ല ഇന്നലെ വീഡിയോൻ്റെ എടുത്തില്ല. ഇന്നലെ പിന്നെ അമ്മയൊക്കെ വന്നപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അമ്മ വന്ന് അല്ലേ. പിന്നെ ഇന്നലെ വിരുന്നുകാരുടെ തിരക്ക് തന്നെയായിരുന്നു. ശ്രീകൃഷ്ണപുരത്തു നിന്ന് ഒരു കൂട്ടർ വന്നു, അത് കഴിഞ്ഞിട്ട് കരിമ്പെന്ന് ഒരു കൂട്ടർ വന്ന്, പിന്നെ ഇവിടെ വിരുന്ന് വന്നതാണ് പറഞ്ഞിട്ട് കുറേ പേര് 10-15 പേര് വന്നിരുന്നു കേട്ടോ. എന്താ നമ്മുടെ ഉമ്മനേരി ആ ഭാഗത്തുനിന്ന്. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ സമയം പറ്റിയില്ല അല്ലേ. ഓരോരുത്തർ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുകയാണോ ചെയ്യുക. അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ ഭയങ്കര സന്തോഷമല്ലേ നമ്മളെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നതിനല്ലേ. പാലക്കാട് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ പ്രസീദ എന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും അറിയില്ല കേട്ടോ. കാരണം ഞാൻ എല്ലാവർക്കും അറിയാലോ, വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ നമ്മൾ ഈ 4 വീടിൻ്റെ അപ്പുറം എവിടേക്കും പോകാത്ത ഒരാളാണ്. അപ്പോൾ പ്രസീദയുടെ വീട് അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ആ സമയത്ത് അനിലിൻ്റെ മരപ്പണി എടുക്കുന്ന അനിലിൻ്റെ വീട് അറിയുമോ എന്ന് ചോദിച്ചാലും കുറച്ചറിയില്ല കേട്ടാ. ഈ മേശപ്പണി എടുക്കുന്ന സതീഷിൻ്റെ വീട് അറിയുമോ ചോദിച്ചാലും അറിയും. അനിയനേക്കാളും കൂടുതൽ അറിയുക അനിയനെയാണ്. ഇനി അതും അല്ലെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ വീട് എവിടെയും ചോദിച്ചാൽ മതി കേട്ടോ. അല്ലേ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരാൻ എളുപ്പം തോന്നുന്നത് എന്താണെന്നറിയാം. ഇവരുടെ ആരും പറയരുത് അച്ഛൻ്റെ പേര്. വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിനൊക്കെ പോണ വെളിച്ചപ്പാടിൻ്റെ വീട് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചപ്പാടിന് ആരും അറിയില്ലെങ്കിൽ മരണപ്പെട്ടു എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ. വെളിച്ചപ്പാട് ഇതിനേക്കാൾ നല്ല ഞാൻ ഉതിർപ്പുട്ടുണ്ടാക്കുകയെന്ന് ഒറ്റ പണിക്ക് കഴിഞ്ഞാൽ ഭയം നല്ല പുട്ടുപൊടി വാങ്ങിയത് ഞാൻ. ഒരു ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം പറഞ്ഞ അളവിൽ ഒഴിച്ച് ഇതാക്കിയിട്ട് നല്ല മയം വന്നു. കൈ എന്തിനായിരിക്കണത്, നല്ല മയം വന്നിട്ടുണ്ട്. ചോറിന് അരി എടുപ്പത്തട്ടെ. അപ്പല്ലേ ഇന്ന് നമ്മളില്ലേ ഒരു സ്ഥലത്തേക്ക് പോകണ്ട കേട്ടോ. പോണ്ടേ. സുകന്യ അറിഞ്ഞ എന്നെ കഴുത്ത് പിടിച്ച് കൊല്ലും. പോയിട്ടുണ്ടാവും കണ്ടോ, പൊട്ടിപ്പോയി. വീട്ടിൽ പോയാൽ പോവായിരിക്കും. കോഴികളെ എത്ര കോഴികളെ വന്നിക്കണില്ലേ അറിയാം. ചപ്പിലക്കോഴികളല്ല, ആ മയിലുകൾ നോക്ക്. നമ്മുടെ ചാത്തപ്പം നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ടാ എന്താണെന്നറിയില്ല നോക്കി നിൽക്കുന്നത്. ഇതാണ്ടോ ഒളിഞ്ഞു നിൽക്കണുണ്ട്. ഇവിടെ വന്നവർക്ക് അവരെ കൊത്തും കൊള്ളാൻ വയ്യ, ഒരാളുടെ കൊത്തുകൊണ്ട് ചടച്ചിരുന്നു. ചാത്തപ്പാ കൊത്തുകൊള്ളാൻ വയ്യ. റേഷൻ കടയത്തെ അരി നോക്കിയൊക്കെ ഇപ്രാവശ്യത്തെ അരി നല്ല അരി കേട്ടോ. എന്താ പെങ്ങളോടെ വിളിച്ചപ്പോഴേ പെങ്ങളോടത്തെ കോഴിയില്ലേ ഈ അരിയൊന്നും കഴിക്കില്ല, അത്ര കടയത്തെ അരി മാത്രം അത്ര കഴിക്കുള്ളൂ. സ്റ്റാൻഡേർഡ് കോഴിയാണ്. കടയത്തെ അരി മാത്രം അത്ര കഴിക്കുള്ളൂ. എല്ലാം തിന്നും, നല്ല ചാത്തപ്പനാ. പക്ഷെ തടി പോയി അല്ലേ, ഒറ്റയ്ക്കല്ലേ, തടി പോയി. കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലല്ലോ. തടി പോയിട്ടോ. ചോറിന് വെള്ളം വെക്കണേ. നമ്മൾ ചോറ് ഇവിടെ വെച്ചിട്ട് ആലുവ അടുപ്പിൽ വയ്ക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് കേട്ടോ വേവാനേ. ഇതാവുമ്പോൾ എന്താണെന്നറിയോ, ചകിയ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കൊണ്ട് തട്ടാലോ. അത് വിചാരിച്ചിട്ട് ഇവിടെ തീ പിടിപ്പിക്കുക വിചാരിച്ച്. വെയിൽ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ രാവിലെ എന്താ പുട്ടായി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ മെല്ലെ മതി. ഞാൻ ആദ്യമല്ലേ ഈ സാധനങ്ങളൊന്ന് വലിച്ചു കളയട്ടെ കേട്ടോ.
ഈ പട്ട കണ്ണിക്ക് കുത്തിയിട്ടേ. പട്ട അവിടെ നിന്നോട്ടെ, കുറച്ച് കഴിഞ്ഞ് ഒരു സുഖം ഉണ്ടാവില്ല. ചോറ് മാത്രമേ വെക്കണല്ലോ, കൂട്ടാൻ അടുപ്പിൽ അവിടെ വെക്കാം. പട്ട നേരെ വെച്ചാൽ മതി, അത് നേരെ വെച്ചാൽ മതി. ഈ സാധനമല്ലേ, ഈ ചകിരി നിങ്ങൾക്ക് മിറ്റടി കഴിഞ്ഞു കേട്ടോ. ഈ ചകിരി ഞങ്ങൾ കോങ്ങാടുന്ന് 20 രൂപയ്ക്ക് വാങ്ങി. ഇപ്പോൾ പൈസ കൊടുത്തു. ഇപ്പോൾ എന്താ കനാലിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ട് ഈ ചകിരി, ആർക്കും വേണ്ടാതെ നടക്കുന്നു. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണേ. പക്ഷെ ഇതും കൊണ്ട് എന്താ മേത്തുറച്ച് കുളിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക് ചകിരിനേക്കാളും സുഖമല്ലേ അതിലൊരു. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ തേച്ചരച്ച് കുളിച്ചായിരുന്നു തേച്ച ഇതില്ല ഉള്ള സമയത്ത്. പിന്നെന്താ എപ്പോഴും കിട്ടില്ല. അതിപ്പോൾ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു മാസം ഉപയോഗിക്കാൻ പറ്റില്ല. അത് അപ്പോഴേക്ക് ഇത് സ്മൂത്തായി പോവല്ലേ. എന്താ ഇതാണല്ലേ, ആരും മിണ്ടാൻ പറയാനില്ലെങ്കിലുള്ള അവസ്ഥയാണിത്. തൊള്ളയിട്ട് വിളിച്ചേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണുണ്ട് പാവം. എന്തെങ്കിലും ഒന്ന് മിണ്ടാനും പറയാനും. അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വിളി വരുന്നത്, മറുപടി കിട്ടുന്നത്. എന്താ ചെയ്യല്ലേ, പാവൻ്റെ കുട്ടി ഒറ്റപ്പെട്ട് ഉണ്ടോ. എന്താ രണ്ട് പെട്ടകളെ വാങ്ങിക്കൊടുത്താൽ മതി. പെട്ട വാങ്ങിക്കൊടുത്തിട്ടെന്താ കാര്യം, അത് നോക്കി നിൽക്കുന്നുണ്ടാവും ആ നായക്കൾ. ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞാൽ താമസം പിടിച്ചിട്ടു, പിന്നെ എന്താ ചെയ്യുന്നു. ഇനി എൻ്റെ കുട്ടികൾ വലുതാവട്ടെ അല്ലേ. അല്ല വാങ്ങണം എന്തായാലും. കൂടുതൽ പറയാൻ ആരെങ്കിലും വേണ്ടേ. നിങ്ങൾക്ക് എത്ര ഒറ്റയ്ക്ക് ജീവിക്കുക. നിങ്ങൾക്കേ ഞാൻ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണില്ലേ, അതുപോലെ തന്നെയാണ് അവൻ ഒറ്റയ്ക്കാകുമ്പോൾ അവന് ബോറടിക്കുന്നത്. അതന്നെ പറഞ്ഞേ, എന്താ ചെയ്യുക, വാങ്ങന്നെ. ആ ലൈറ്റ് ഇല്ലേ പോസ്റ്റത്തെ പോയി നിർത്തിയിട്ട് വരും. ചാത്താ ബാ എടാ വാടങ്ങടേ. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ബായോ ഇടുവാ ചാത്തോ ബായോ. അരി തിന്നാൻ കൊടുത്തില്ലേ, അവന് മനസ്സിലായിക്കണോ. ഇനിയൊന്നും കിട്ടില്ല, പോകുന്നില്ലേ, ഇനി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ചാത്തപ്പനേക്ക് വെക്കില്ലേ എപ്പോ വേണമെങ്കിലും ഇനി കാണാലേട്ടാ. അവനൊക്കെ വീഡിയോയില് ബാ പൊന്നാ എന്താ പിന്നെ ഞാൻ വരുന്നിട്ടാവും. ഇതാണ്ടോ അരിയിട്ട് കൊടുത്ത പടി ഇരിക്കണേ. എന്നാടാ ചോറ് തരാ ബാ. ഇനി എന്തിനാ ചോറ്, വയറ് നിറഞ്ഞിട്ട്. വായോ അവനെ കൂട്ടുണ്ടാക്കേണ്ട തിരക്കിലാണ്, ഇങ്ങോട്ട് പോരും. പോക്കെ ചകിരി ഇട്ടു ഞാൻ ഇതിലാവുമ്പല്ലേ. സത്യം പറയാലോ, 2 കൊള്ളി വിറക് വെച്ച് കഴിഞ്ഞാലേ ചകിരി ഇട്ട ചോറാവും കേട്ടോ. ആലുവടുപ്പിൽ വിറക് നല്ല വേണം, അത് നല്ല സ്റ്റാൻഡേർഡ് വിറക് വേണം ഏട്ടാ. സ്റ്റാൻഡേർഡ് വിറക് വേണം, ഏതെങ്കിലും പോരെ. അത് ഇങ്ങനെ ചെറുതായി വെട്ടി പൊളിച്ച് വെച്ചിട്ടില്ല പറഞ്ഞാൽ. പക്ഷെ സുഖമാണ് കേട്ടോ, കരിയാവേ ഇതുപോലെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല, വൃത്തികേടുണ്ടായില്ല. പാത്രമൊക്കെ നല്ല വൃത്തിയായിരിക്കും. പാത്രത്തിന് നമ്മുടെ കൈക്കൊന്നും ഇതൊക്കെ ഉണ്ടാവും. മറ്റേത് ഇവിടെ ആകുമ്പോൾ ഇവിടെ ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന സമയത്തില്ലേ നമുക്ക് പാത്രം കഴുകി കഴിഞ്ഞാൽ ഇന്നലെ 2 ദിവസം ഇപ്പോൾ അവിടെയല്ലേ വെച്ച്. അപ്പോൾ കൈയിൻ്റെ നഖത്തിലൊക്കെ നിറച്ച് ചളിയായിരുന്നു, കരി ആയിട്ട്. കരി ആവുമ്പോൾ തേച്ച് കഴുകുമ്പോൾ അറിയാലോ. അപ്പം അത് പിന്നെ ആ കരി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി തിരുമ്പണം, എന്നാലാണ് കയ്യിലെ നഖത്തത്തെ കരി പോകുള്ളൂ ചേട്ടാ. അതുവരെ നഖത്തിൽ കരി ഉണ്ടാവും. അമ്മോ ഇന്നലെ ഞങ്ങൾ മാത്രം പുതിയ വീട്ടിൽ കിടന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഇവിടെ കിടന്നത്. അവരുടെ ചാച്ചൻ കുഞ്ഞച്ചൻ ഇവിടെ അല്ലേ കിടക്കുന്നത്, മറ്റവരില്ലല്ലോ. അപ്പോൾ കുഞ്ഞച്ചൻ ഒറ്റയ്ക്ക് ആവണ്ട പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും ഇവിടെ കിടന്നിട്ട് ചാച്ചൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ പറഞ്ഞിട്ട് അമ്മും അച്ചും കിച്ചുട്ടനും ഒക്കെ. അത് എന്താ അത്രയും
ഇത്ര അടുത്താവണ്ടല്ലേ കാരണം ഈ ബന്ധം അടുത്തായതും കൊണ്ടും പിന്നെ മക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നല്ല സ്നേഹമാണ് കേട്ടോ. അങ്ങോട്ട് എന്തോ ഒരു ഇതാ വെച്ചിട്ട് അച്ചുട്ടിയൊക്കെ കളിക്കാൻ നിൽക്കുന്നത് കാണണം. നമ്മളൊക്കെ നമ്മുടെ ചാച്ചന്മാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയച്ചന്മാരെ കാണുമ്പോൾ ബഹുമാനത്തിൽ മാറിപ്പോവുകയല്ലേ ചെയ്യുക. പക്ഷേ ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല കേട്ടോ. ഇന്നത്തെ മക്കളില്ലേ കയറി കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും ഇല്ലേട്ടാ, അങ്ങനെ തന്നെ കുത്തി മറിഞ്ഞിട്ടും കഥ പറഞ്ഞു കൊടുത്തിട്ടും ബഹുമാനം പറ്റുന്ന പോലെ നമുക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന എങ്ങനെ വെച്ചാൽ അങ്ങനെ അടുക്കും. അപ്പോഴാണ് ആ ഒരു ബന്ധം നിൽക്കുന്നത്. അപ്പോൾ ബഹുമാനത്തിൽ മാറിയതാണ് കുറേ കഴിയുമ്പോൾ ബഹുമാനമൊക്കെ പോകും. ഇപ്പം ഇന്നലെ പറയുന്നത് കണ്ടില്ലേ, എന്താ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനം പോണ വഴിയാണല്ലേ. ഇന്നലെ എന്താ പറയുക, ഒറ്റയ്ക്ക് കിടക്കണ്ടേ, ഞങ്ങൾ അവിടെ പോയി കിടക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കും കൂടി വേണ്ട കേട്ടോ. ഒക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ അവർ പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഏട്ടാ അതൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഒറ്റയ്ക്കല്ലേ, എന്താ സങ്കടമാവില്ലേ അങ്ങനെ പറയുമ്പോൾ. നമ്മൾ ഇന്നലെ അമ്മേനെ വിളിച്ചിരുന്നു കേട്ടോ, വീട്ടിലത്തെ അമ്മേനെ. വരാൻ വിഷു കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോൾ എന്താ ഏട്ടൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കടയിൽ അമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ, ഏട്ടൻ്റെ കടയിൽ. അപ്പോൾ അത് കാരണമാണ് ഇതൊന്ന് നേരെ ഒന്ന് കത്തിപ്പിടിച്ചിട്ട് വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാവിലത്തെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുക കേട്ടോ. ചായയായി, കടിയായി, മിറ്റടിച്ചു. ഇനി അവിടെ പോയി മിറ്റടിക്കണം. ഇവിടത്തേക്ക് മിറ്റടി കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് അടിച്ച് കോരി അത് ചോറും കൂട്ടാനൊക്കെ ആയിട്ടുള്ളൂ. കൂട്ടാൻ ഞാൻ അവിടെയാണ് കേട്ടോ വയ്ക്കുന്നത്. കൂട്ടാൻ ഉപ്പേരി അവിടെ. ചോറ് എന്താ വെച്ചാൽ ഇവിടെ വന്ന് വെച്ചത് പറഞ്ഞതാ ഇതേ തീ കത്തിക്കാൻ. ഇന്ന് പോവാ നമുക്കെന്നാ, തീ കത്തി വാലടയ്ക്കട്ടെ. തുണി തിരുമ്പിയിടാണ്ട് പണികളുണ്ട് കേട്ടോ. ഇനി 2 വീടും ഇവിടെ ഇന്ന് അടിച്ചോരണേ ഉള്ളൂ. നാളെ ഇന്നെന്താഴ്ചേ, വെള്ളിയാഴ്ച അല്ലേ? അപ്പം ഇന്ന് അടിച്ചോരണം. അടിച്ചോരിയല്ല, തുടയ്ക്കണം. അടിച്ചോരി ഇടും കേട്ടോ. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ തുടയ്ക്കാതെ ഇടില്ല വീട്. അത് ആദ്യം മുതലേ ഒരു ശീലമാണ് കേട്ടോ. അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ അത് ചൊവ്വയും വെള്ളിയും എന്താ കൃത്യമായിട്ട് തുടയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ദിവസം തുടയ്ക്കും. ഇപ്പോൾ ആരെങ്കിലും ഇല്ലാത്തപ്പോഴേ 2 ദിവസം 2 ഓടെയും തുടയ്ക്കണ്ടേന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ചൊവ്വയും വെള്ളിയും കൃത്യമായിട്ട് തുടയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് പോവാം. തീ അതിൽ നിന്നിട്ടില്ല. എന്താ ഇപ്പം കഥ? ആര് വരച്ചിട്ട് എങ്ങനെ വിളിക്കുന്നത്? ചാത്തപ്പാ അതാ അറ്റത്തുനിന്നാണ്, ആരും വരില്ല. എന്താടാ ഉണ്ടായോ? കുട്ടി ഇങ്ങോട്ട് വായോ? ബാ നോക്കണ അതിന് അവനവൻ്റെ ചൂട്ടും. അവനത് നമ്മുടെ പോലെ പറയാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവനെല്ലാം മനസ്സിലാവണുണ്ട്, അറിയോ? ഇതിൽ ബീട്രൂട്ട്, ക്യാരറ്റ് ഉണ്ട്, കയ്പ്പയ്ക്ക ഉണ്ട്. വിഷുവിന് വാങ്ങിയ പച്ചക്കറി കേട്ടോ. അപ്പം അതിൽ കൊത്തമരയ്ക്ക തിരഞ്ഞെടുക്കുകയാണ് ഉപ്പേരി വയ്ക്കാൻ. കൊത്തമരയ്ക്ക പച്ചക്കറി തന്നെ, പച്ചക്കറി എല്ലാവർക്കും പച്ചക്കറി തന്നെ. പച്ചക്കറി ആകുമ്പോൾ ദേഷ്യം വരും അല്ലേ? പച്ചക്കറി കുറച്ചൊക്കെ പച്ചക്കറി വേണം. അല്ല, ഉപ്പേരി ഇവിടെ വെച്ച ചിലവാകും കേട്ടോ. വേറെ പച്ചക്കറി ഒട്ടുമില്ലാതെ എങ്ങനെ? പച്ചക്കറി ഒട്ടുമില്ലാതെ എങ്ങനെ? പച്ചക്കറി ഇന്ന് ഇപ്പം ഇതെടുത്ത് വെച്ച വിഷുവേലയല്ലേ? വിഷുവേലയാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ വിഷുവേല കേട്ടോ. അപ്പം ഇന്നലെ പ്ലാപ്പറ്റത്തെ വിഷുവേല, ഇന്ന് നമ്മുടെ ഇവിടുത്തെ വിഷുവേല. ഇനി കോങ്ങോട്ടത്തെ വിഷുവേല എന്ന് അതെന്നാണ് നാളെ എല്ലാവരും വേലയാവും. സതിയായിട്ട് വെച്ചറിയാം. കുന്നപ്പുള്ളിക്കാവത്തെ വിഷുവേല എന്നാ? അത്ര ദിവസം ഉണ്ട് അല്ലേ? 22 ഇനി അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മുടെ റംബുട്ടാൻ കായ്ക്കട്ടോ. റംബുട്ടാൻ്റെ മരം എന്നെക്കാളും ഉയരം വന്നു നോക്ക്. പുറത്തേക്ക് ഇറങ്ങാറായോ? എന്താ അടുത്ത വർഷം റംബുട്ടാൻ കായ്ക്കുന്നോ? കായ്ക്കും. റംബുട്ടാൻ ഈ വർഷം കായ്ക്കേണ്ടതാ. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമുണ്ട് ഇപ്പോൾ. വേണ്ടോ? ഇപ്പോഴാണ് പടർന്ന് പന്തലിച്ച് വന്നിട്ടോ. ഇവിടുത്തെ കാനലൊക്കെ പോയപ്പോ 3 വർഷത്തിൽ കായ്ക്കുന്നോട്ട് വാങ്ങിയല്ലേ? 3, 4, 5 കൈ ഉണ്ട്. 3 അപ്പം അതന്നെ പറഞ്ഞത്. ഇതാ ഇത് കണ്ടോ,
ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ചിക്കു. ഇത് വലുതാവാത്ത ഇത് 500 രൂപ കൊടുത്തിട്ട് വാങ്ങിയ സാധനം. 500 രൂപ. 500 മികവൊന്നും ചെടിയിൽ കാണില്ല. എന്താണ് അത് ആവണല്ലേ? വലുതാവട്ടെ. എത്ര ആയിപ്പോൾ വെച്ചിട്ട്? ഇത് നമ്മുടെ കൊരക്കൂർക്കാട്ടോ. നനവ് കിട്ടുന്നില്ല ഉണ്ടല്ലേ. പിന്നെന്താ, അത്ര മതി. പിന്നല്ലേ നമ്മൾ നട്ടൊരു സാധനം ഉണ്ടാകുമ്പോഴുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. എന്താ മത്തംവള്ളി ഉണ്ടോ? എന്താ ഇന്നലെ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ആയതാട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഞാൻ പറഞ്ഞില്ലേ ചപ്പ് ഇവിടെ ചെടികളെല്ലാം കൊണ്ട് കത്തിക്കാനയക്കില്ല കേട്ടോ. അത് ഇവിടുന്ന് വാരിയിട്ട് ഇന്നലെ വാരി എടുക്കണമെന്ന് വിചാരിച്ചാണ്. മണ്ണിക്ക് വളം, ഇതിന് വളം ഈ ചപ്പൻ്റെ കണ്ടോ. ഇടവഴി കൂടെ ഇടയിൽ കൂടെ വള്ളി വരുന്നു. ഇടയിൽ കൂടെ പിടിച്ച് വലിച്ച് നിൽക്കായിരിക്കും. അതിൻ്റെ ആ ചെറിയ വള്ളിയാണല്ലേ പിടിച്ച് കയറുന്നത്. അതന്നെ പറയുന്നത്. മത്തൻ്റെ ഇല ഇവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ. അവൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ പുതിയ വീടായിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞിരുന്നില്ലേ, പച്ചക്കറി നടാനെന്നുള്ളത്. ഇഷ്ടംപോലെ ചെമ്പരത്തി. അച്ചു കിച്ചു ടിവിയുടെ സൗണ്ട് കുറയ്ക്കട ഉണ്ണി. ഇനി കിച്ചുവിനെ കൊണ്ട് ആശുപത്രി പോകണ്ടേ. നമ്മുടെ 4 മക്കള് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ പറഞ്ഞിട്ടാണ് ഇപ്പം ഇവരെ നോക്കുന്നത്. കണ്ടോ, ഇവരുടെ വെള്ളം നനഞ്ഞിട്ടാണ് കേട്ടോ. ഇവരെന്നെ ഇതിത്തെ വെള്ളം കൊത്തി കളയുക. ഇത് നമുക്ക് തത്തമ്മ ഉണ്ടായിരുന്നു, നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അല്ലേ. തത്തമ്മേനെ കാണിച്ചിരുന്നോ? നമ്മൾ കാണിച്ചിട്ടില്ല തത്തമ്മേനെ. കുട്ടിയായിരുന്നു. അപ്പം അതിനെ കാണിച്ചില്ല. ഞങ്ങൾ തുറന്ന് വിട്ടു കേട്ടോ അതിനെ. നമുക്കെന്തോ ഒരു ഇടങ്ങാറ് അതിനെങ്ങനെ കൂട്ടിലിട്ടിട്ട് വളർത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും നമ്മളുടെ പോലെ തന്നെയല്ലേ അത് പറഞ്ഞ് ഞാൻ എപ്പോഴും ചീത്ത അറിയായിരുന്നു. അതിനെ തുറന്ന് വിട് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ തുറന്ന് വിട്ടു കേട്ടോ. എൻ്റെ തൊയിരക്കേട് സഹിക്കാൻ വയ്യാതെ തുറന്നു വിട്ടു. അതെന്ത് ചെടിയത്? ഇത് കാട്ടുചെടി. ഇത് കൂടെ ഇഷ്ടം പോലെ ഇതുണ്ടാവണതും കൂടി ഇല്ലാതെ വേണി ചെണ്ടുമല്ലി ഉണ്ടാവണതേ. ഒന്ന് വിട്ട് കതറിയാൽ മതിയായിരുന്നു. കൂട്ടത്തിലായി ഞാനൊക്കെ പാടെ അങ്ങോട്ട് ഇട്ടതാണ്. ഉണ്ടായിട്ട് മാറ്റി കുഴിച്ചിടാലോ പറഞ്ഞിട്ടേ. അച്ചുവിൻ്റെ ചെടി വളരണ്ടല്ലോ. എന്താ സംഭവം? ഏത്? അത് പയറുണ്ട് അതിലല്ലേ. പയറുണ്ട്, എന്താ വെണ്ടയ്ക്കുണ്ട്, വഴുതനങ്ങയുണ്ട്, ഏതോ ഒരു കൂട്ടം വളർന്നിട്ടുണ്ട്. കുക്കുംബറുണ്ട്. ഇതാണ്ടോ ഇത് മൊത്തം വളർന്നു. എന്താ ഇത് കൂടെ ഈ സെക്ഷൻ ഇത് കൂടെ ഇതിന്റെ ഇവിടെ ആയില്ല. ഇത് പോയി അതിലും ആയില്ല. അത് ആവാൻ സമയം എടുക്കണ്ടാവും. ഇത് നമ്മൾ വിത്ത് വാങ്ങിയിട്ട് വെച്ചതാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാറ്റി വിടാലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ടോ. ആയിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. എന്നാൽ എന്തെങ്കിലും പച്ചമുളകും തെയ്യൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആയിരുന്നതാണ് കേട്ടോ. ഇത്ര വലുപ്പമായതാണ്. പക്ഷെ അത് ആ കുഴൽക്കിണർ അടിക്കുമ്പോൾ അത് പോയി, നമ്മുടെ കുമ്പളവള്ളി പോയി, കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ പോയി. അതിൻ്റെ ചൂട് സഹിക്കാൻ പറ്റണ്ടേ അല്ലേ. മുരിങ്ങ മാത്രം ഉണ്ടായി. അത് നമ്മൾ ഇനി 2 കൊമ്പും കൂടി അത് ആ പനട ഭാഗമല്ലേ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ മണ്ണ് അങ്ങോട്ട് ലെവലാക്കിയിട്ട് അത് കൂടെ എന്തെങ്കിലും നടണം വിചാരിച്ചിട്ടാണ്. നമുക്കുള്ള സ്ഥലം സ്ഥലം കിട്ടും. നല്ല സ്ഥലം. ഇപ്പോൾ കറുവത്തുങ്ങ തെയ്യുണ്ട് അവിടെ. അത് പിരിഞ്ഞു വെക്കാൻ പറഞ്ഞപ്പോൾ അതിനേട്ടം സമ്മതിക്കില്ല. കനാലിലുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു അവിടെ വെച്ചാലും ഇവിടെ വെച്ചാലൊക്കെ കണക്കന്നെ. അപ്പോൾ മോരുകൂട്ടാനും കൊത്തമരയ്ക്കും പയറും ബീൻസൊക്കെ പാടെ കൂട്ടിയിട്ട് ഉപ്പേരിയും പപ്പടവുമാണ് കേട്ടോ. പിന്നെ അച്ചാറും പുളിയിഞ്ചി ഇരിക്കുന്നു. അപ്പം അത് മതി വിചാരിച്ചു. ഇനി ഇതാ നമ്മുടെ കിച്ചുവിൻ്റെ ഇവിടെ ഇത്ര വീങ്ങിയിട്ടുണ്ട് കേട്ടോ. പല്ലുവേദന. കിച്ചുവിനെയും കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോകണം. അപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു വീഡിയോ ഒരു ഗുമ്മ് തോന്നുന്നില്ല അല്ലേ. ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് നമുക്ക് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു എന്താന്നുള്ളൊരു മടി. ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.